ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം. ഇവരുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ കുടിക്കൂറ ഉയർത്തുന്നവർ AKG സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ അങ്ങനെ CPM തീരുമാനിക്കുന്നവരാണ്. ഇതെല്ലാം തോറ്റു കഴിഞ്ഞിട്ട് കണക്കായിട്ട് ഒരുപാട് EMSന്റെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പൊ സംശയിക്കും പാലക്കാട് ആരാ ജയിച്ചെന്നൊരു സംശയം തോന്നും. നമ്മൾ തോറ്റുപോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെ തന്നെ ഇവരെ കണക്കപ്പിള്ളമാരാണ്. ഇവരെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഈ കണക്കപ്പിള്ളമാരെ എല്ലാവരും കൂടി ഇറങ്ങും. എപ്പോഴും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. നമസ്കാരം. പാലക്കാടും വയനാട്ടിലും UDFനുണ്ടായ ഗംഭീര വിജയം സഹിക്കാൻ പാടില്ലാതെ അല്ലെങ്കിൽ ആ വിജയത്തിൽ അസഹിഷ്ണുത പൂണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇപ്പോൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. SDPI, ജമാഅത്തെ ഇസ്ലാമി മുതലായ വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് പാലക്കാടിലും വയനാട്ടിലും UDFന് ജയിക്കാൻ സാധിച്ചത് എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയിരുന്നത്. ഈ ആരോപണങ്ങളുടെ കരണമടിച്ച് പുകയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന പിണറായി വിജയനോടൊപ്പമാണ് നിന്നത്, ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമി മതേതര നിലപാട് പുലർത്തുന്ന ആളുകളാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലക്കാടും വയനാട്ടിലും UDFന് ഗംഭീര വിജയമുണ്ടായി കഴിഞ്ഞപ്പോൾ UDFന് കിട്ടിയ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്, SDPIയുടേതാണ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി രാഷ്ട്രീയ പാപ്പരത്വമാണ് വിളിച്ചു പറയുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ തന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അങ്ങനെ കാലാകാലത്ത് മാറി മാറി വന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ആളുകളുടെ സഹായങ്ങൾ നേടിക്കൊണ്ട് വിജയത്തിലെത്തിയ പിണറായി വിജയൻ ഇപ്പോൾ UDFന് ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ ഈ വിജയം അംഗീകരിക്കാൻ തയ്യാറാവാതെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് VD സതീശൻ തുറന്നടിച്ചത്. CPMന് വയനാട്ടിൽ ഉൾപ്പെടെ 75,000 വോട്ടിന്റെ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ ഗംഭീര വിജയം നേടി 18,800 ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾക്ക് വോട്ട് 5,000 വോട്ടിന്റെ കുറവാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായത്. എന്നാൽ ഇക്കുറി 4,900 ശിഷ്ടം വോട്ടിന്റെ മികവ് പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾക്കുണ്ടായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ നേടിയ വോട്ടുകൾ ഇക്കുറി UDFന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ BJP ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ ഇക്കുറി UDFന് കിട്ടിയിട്ടുണ്ട്. പല രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയം മറന്ന് UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു തർക്കമില്ല. അതിൽ ആരുടെയൊക്കെ വോട്ടുകൾ ഉണ്ടാകാം എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. എന്നാൽ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDPIയുടെയോ ഒരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിട്ടല്ല UDF പാലക്കാടും വയനാട്ടിലും ജയിച്ചു കയറിയത് എന്നുള്ള കാര്യം പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും CPMന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അവര് മതേതര നിലപാടുകൾ പുലർത്തുന്ന പാർട്ടിയാണ്. മറിച്ച് UDF ജയിക്കുന്ന അവസരങ്ങളിൽ ഇത്തരം കക്ഷികളുടെ വോട്ട് മേടിച്ചാണ് UDF ജയിച്ചത് എന്ന് പറയുമ്പോൾ അത് ഉളുപ്പില്ലാതെയാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. ഉളുപ്പുള്ളവർക്ക്, രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിൽ മാനാഭിമാനങ്ങളുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് VD സതീശൻ തുറന്നടിച്ചത്. വയനാട്ടിലെയും പാലക്കാടിലെയും UDFന്റെ വിജയത്തെക്കുറിച്ചും ഇനി 2026 നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കെട്ടുറപ്പുള്ള അടിത്തറയോടുകൂടി മുന്നോട്ട് പോകുമെന്നും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്നതിനിടയിൽ തന്നെയാണ് VD സതീശൻ പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചത്. ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവിന്റെ വെല്ലുവിളിയെക്കുറിച്ച് മാധ്യമങ്ങൾ VD സതീശനെ ഓർമ്മിപ്പിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് ഇനിയും അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തിട്ട് പിന്നീട് മതി വെല്ലുവിളി എന്ന് വളരെ പരിഹാസ്യോദകമായ രീതിയിൽ VD സതീശൻ ശോഭാ സുരേന്ദ്രനെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് മിന്നുന്ന വിജയം ഉണ്ടാക്കാൻ സാധിച്ചു. അത് എല്ലാ ആളുകളുടെയും വിജയം തന്നെയാണ്. എല്ലാ വിഭാഗക്കാരും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. എന്നാൽ ഏതെങ്കിലും വർഗീയ ശക്തികളുമായി ഞങ്ങൾ കൈകോർത്തിട്ടില്ല, അങ്ങനെ ഒരു ധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അത് UDFന്റെ വിജയത്തിലുള്ള അസഹിഷ്ണുത മാത്രമാണ് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശൻ തുറന്നടിച്ചത്. വയനാട്ടിലെയും പാലക്കാടിലെയും UDFന്റെ വിജയത്തെക്കുറിച്ചും പിണറായി വിജയന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശൻ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രസമ്മേളനം പുറത്തു വന്നല്ലോ. SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസേ എന്നല്ലേ ചോദിച്ചത് അന്ന്. അപ്പൊ അന്ന് കൂട്ടുകൂടായിരുന്നു. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിലുണ്ട്
ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം. ഇവരുടെ കൂടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ അവരെതിരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ കുടിക്കൂറ ഉയർത്തുന്നവർ AKG സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ അങ്ങനെ CPM തീരുമാനിക്കുന്നവരാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDPIക്കാർ വെൽഫെയർ പാർട്ടിക്കാർ കൂടി ചെയ്താണോ? CPM-ന് സമ്മതിക്കാൻ മടി. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളിലും വോട്ട് കിട്ടി. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4000 വോട്ടിന്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5000-ഓളം വോട്ട് ലീഡ് ചെയ്ത്. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ? ഈ ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം? അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റു കഴിഞ്ഞിട്ട് കണക്കായിട്ട് ഒരു പഴയ EMSന്റെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പൊ സംശയിക്കും പാലക്കാട് ആരാ ജയിച്ചെന്നൊരു സംശയം തോന്നും. നമ്മൾ തോറ്റുപോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെയാണ് ഇവരെ കണക്കപ്പിള്ളമാരാണ്. ഇവരെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പിള്ളമാരെല്ലാവരും കൂടി ഇറങ്ങും. എപ്പോഴും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. ഇവിടെ അവരെന്താ പറഞ്ഞത്? ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ? 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചതിന് നന്ദിയും പറഞ്ഞു പോയി. എന്നിട്ട് കുറെ നാൾ എന്തായിരുന്നു? പുതുപ്പള്ളിയിൽ എന്തായിരുന്നു? അപ്പൊ അവിടെയൊക്കെ SDPI പുതുപ്പള്ളിയിൽ 4 വോട്ടിനാണ് ജയിച്ചത്, ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ. ഇവിടെ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അവിടെയൊക്കെ SDPI ഇതൊക്കെ ഇതാണ് ട്രെൻഡ് കേരളത്തിന്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPM-ന് എവിടെ? വയനാട്ടിൽ. അതെവിടെ പോയി? ആ വോട്ട് എവിടെ പോയി? എന്താ പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPM-ന്. വയനാട്, പാലക്കാട്, ചേലക്കര എല്ലായിടത്തും കുറഞ്ഞു. എല്ലായിടത്തും വോട്ട് കുറഞ്ഞു. എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ആന്റി ഇൻകംബൻസി ഇല്ല. നല്ല കാര്യം. അങ്ങനെ വിചാരിക്കണേ നമുക്കിഷ്ടം. ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ അവിടുത്തെ പ്രാദേശിക നേതാവ് മുതിർന്ന നേതാവ് തെരമ്പിൽ രാമകൃഷ്ണൻ അടക്കം ഇപ്പം വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ DCC നേതൃത്വം വളരെ മാസങ്ങളായിട്ട് ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഒരു നാദനില്ല കളരിയായി കോൺഗ്രസ് അവിടെ സംഘടനാപരമായ കാര്യമാണ്. അത് KPCC പ്രസിഡന്റ് മറുപടി പറയും. ഞാൻ അതിലൊന്നും ഇടപെടില്ല. അതിന്റെ കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും. ആ മുതിർന്ന നേതാക്കൾ ഗൗരവത്തോടുകൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും. തൃശ്ശൂരിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാണ്. അതിന്റെ പരിഹാരം ഉടൻ ഉണ്ടാവും. എല്ലാവരും പാർലമെന്റിലായതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് തുടങ്ങിയതുകൊണ്ട് ഒക്കെ ഉണ്ടാവും. നമ്മളത് പരിശോധിക്കുന്നതാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെയൊന്നും മോശമായിട്ടൊന്നും പറയില്ല. അത് ഞങ്ങൾ ഗൗരവമായിട്ട് അത് പരിഗണിക്കും. അദ്ദേഹത്തെ പോലെ വളരെ ഒരു മുതിർന്ന നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അത് പരിശോധിക്കും. ഈ സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെ വെല്ലുവിളിക്കണ്ട? കാരണം എന്താണെന്നറിയാ? ആദ്യം അവിടെ ഉറച്ചു നിൽക്കട്ടെ. എവിടെയാണ് നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ. ഇപ്പൊ ഇനി മറ്റേ ഇതിനുണ്ട്, എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇനി 1.5 വർഷം ഉണ്ട്. പറയട്ടെ, ആ ഇലക്ഷൻ എടുക്കുമ്പോ നമുക്ക് വെല്ലുവിളിക്കാം. BJP നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയാണെന്നാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാക്കും.